നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണമോ ലോക്കറിലെ വസ്തുക്കളോ നമുക്ക് കിട്ടാൻ എന്തു ചെയ്യാം? അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനും മറ്റു നൂലാമാലകൾക്കും വേണ്ടി നിരവധി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ അനുഭവം നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ആ ടെൻഷൻ ഒന്നും വേണ്ട. സാധാരണക്കാരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മരണാനന്തര ക്ലെയിം നിയമങ്ങൾ ഒരുപാട് ലളിതമാക്കിയിട്ടുണ്ട്. ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട, ആഴ്ചകളോ മാസങ്ങളോ ഇതിനായി കാത്തിരിക്കുകയും വേണ്ട. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. മരണശേഷം ബാങ്കുകളിലെ ക്ലെയിമുകൾക്കായി RBI കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്? നോമിനി ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പണം എളുപ്പത്തിൽ എങ്ങനെ കിട്ടും? ഇനി അതിനൊക്കെ വേണ്ടി എന്തൊക്കെ രേഖകളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? ഈ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ സംസാരിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും തീർച്ചയായും ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മാറ്റം എന്ന് നോക്കാം. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2026 മാർച്ച് 31 ഈ പുതിയ നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ എല്ലാ ബാങ്കുകളും നടപ്പാക്കിയിരിക്കണം. ഇനി ക്ലെയിം തരാൻ ബാങ്കുകൾ വൈകിപ്പിച്ചാലോ? അവർ നിങ്ങൾക്ക് അതിന് പരിഹാരമായി പ്രതിവർഷം 4% പലിശ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. ഇനി ഓരോ സാഹചര്യത്തിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾ ഒരു നോമിനിയാണ്, അല്ലെങ്കിൽ മരിച്ചയാളുടെ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡറാണ് എങ്കിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊരു നോമിനിയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. മുൻപ് ബാങ്കുകാർ ചോദിച്ചിരുന്ന പിന്തുടർച്ചാ അവകാശ സർട്ടിഫിക്കറ്റ്, വിൽപത്രം, നഷ്ടപരിഹാര ബോണ്ട്, ആൾ ജാമ്യം ഇതൊന്നും ഇനി ചോദിക്കില്ല. ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. പകരം ഈ 3 രേഖകൾ നിങ്ങൾ കരുതുക. 1, ബാങ്ക് നൽകുന്ന ക്ലെയിം ഫോം. 2, മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. 3, നിങ്ങളുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ, അത് ആധാറോ പാനോ എന്തെങ്കിലും മതിയാവും. ഇത് ബാങ്കിൽ ഏൽപ്പിച്ചാൽ നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് തന്നെ പറയാം. നോമിനി ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെ തുക അക്കൗണ്ടിൽ കിടക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ഏറ്റവും സാധാരണയായുള്ള വരുന്ന പ്രശ്നമാണിത്. നോമിനിയെ വെച്ചിട്ടില്ല, പേടിക്കേണ്ട, അതിനും പരിഹാരമുണ്ട്. അക്കൗണ്ടിലുള്ള തുക ഒരു നിശ്ചിത പരിധിക്ക് താഴെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. സഹകരണ ബാങ്കുകളിൽ 5 ലക്ഷം രൂപ വരെയും മറ്റെല്ലാ ബാങ്കുകളിലും 15 ലക്ഷം രൂപ വരെയും ആണെങ്കിൽ ഈ തുകയ്ക്ക് താഴെയാണ് ബാലൻസെങ്കിൽ പിന്തുടർച്ചാ അവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. പകരം മറ്റു ചില രേഖകൾ നൽകണം. ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1, ക്ലെയിം ഫോം. 2, മരണ സർട്ടിഫിക്കറ്റ്. 3, അവകാശിയുടെ തിരിച്ചറിയൽ രേഖ. പിന്നെ ഒരു നഷ്ടപരിഹാര ബോണ്ട്. മറ്റ് അവകാശികളുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ എതിർപ്പില്ല എന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. കുടുംബത്തെ നന്നായി അറിയാവുന്ന വിശ്വസ്തനായ ഒരാളുടെ അഫിഡവിറ്റ്, ഒരു സത്യപ്രസ്താവന. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം കേസുകളിൽ ബാങ്കുകൾ നിങ്ങളോട് ആൾജാമ്യം ചോദിക്കാൻ പാടില്ല. ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. മറ്റുള്ളവരെ ഇതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ജാമ്യം നിർത്തുക എന്നൊക്കെ പറയുന്ന പലരെ സംബന്ധിച്ചും അത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ ഒരു ഉത്തരവ് വലിയൊരു ആശ്വാസമാകാൻ ഇടയുണ്ട്. ഇനി നോമിനിയില്ല, തുക പക്ഷേ കൂടുതലുമാണ്. അത് ഇച്ചിരി ഗൗരവമായ കേസാണ്. അക്കൗണ്ടിൽ കിടക്കുന്ന തുക 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കുറച്ചുകൂടി രേഖകൾ വേണ്ടിവരുമെന്നേ ഉള്ളൂ. ഈ തുക നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്കിൽ നിന്നോ ലഭിക്കുന്ന അനന്തര അവകാശ സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായി വരും. അതിന് ഒരു എളുപ്പ വഴി RBI തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന് പകരം കുടുംബത്തെ നന്നായി അറിയാവുന്ന ഒരാൾ ഒരു നോട്ടറിയുടെയോ ജഡ്ജിയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന നൽകിയാലും മതി. പക്ഷെ ഓർക്കുക, ഇത്തരം വലിയ തുകയുടെ ക്ലെയിമുകളിൽ ബാങ്കുകൾക്ക് ആവശ്യമെങ്കിൽ ആൾജാമ്യം ചോദിക്കാനുള്ള അധികാരമുണ്ട് എന്നത് മറക്കരുത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ വേഗത്തിൽ പറയാം. ഒരു വിൽപത്രമുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. കോടതി അംഗീകരിച്ച വിൽപത്രം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതനുസരിച്ച് ബാങ്കിന് പണം നൽകാനാവും. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ അക്കൗണ്ട് ഉടമകളും മരിച്ചതിന് ശേഷം മാത്രമേ നോമിനിക്ക് പണം ലഭിക്കുകയുള്ളൂ. ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന മറ്റേയാൾക്കായിരിക്കും അക്കൗണ്ടിന്റെ പൂർണ്ണ അവകാശം. ക്ലെയിം തീർപ്പാക്കിയ ശേഷം മരിച്ചയാളുടെ അക്കൗണ്ടിലേക്ക് വല്ല പണവും വരികയാണെങ്കിൽ ബാങ്ക് ആ പണം അയച്ചയാൾക്ക് അത് തിരിച്ച് അയച്ചു നൽകും. ഒപ്പം ഈ വിവരം അവകാശികളെ അറിയിക്കുകയും ചെയ്യും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. പലരും അറിയാത്ത ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ പങ്കുവെക്കുക. ആർക്കെങ്കിലുമൊക്കെ ഇത് വലിയ സഹായമായി തീർന്നേക്കാം. ഇതുപോലെയുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും മറ്റുമുള്ള വിവരങ്ങൾ ലളിതമായി അറിയാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഓർക്കുക, മരണാനന്തര ക്ലെയിമുകൾ ഇപ്പോൾ ഒരുപാട് എളുപ്പമായി.
എപ്പോഴും നമ്മുടെ എല്ലാ അക്കൗണ്ടുകളിലും ഒരു നോമിനിയെ ചേർത്ത് വെക്കുന്നതാണ് നമുക്ക് സുരക്ഷിതമായ ഒരു കാര്യം. പക്ഷേ ഇനി അഥവാ വിട്ടുപോയാലും പേടിക്കേണ്ട, പുതിയ നിയമം സാധാരണക്കാർക്കൊപ്പം ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.